ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവണ്ടി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിപ് പിഗ്മെൻറ്റേഷൻ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലിപ്പിന് ഇങ്ങനെ ഭയങ്കര കറുത്ത നിറം വരുന്നത്, പിഗ്മെൻറ്റഡ് ആവുന്നത്, അതെങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിന്ന്. അപ്പോൾ ഇതിൽ എല്ലാ മേഖലകളെ കുറിച്ചിട്ടും ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ലിപ്പിൻ്റെ പിഗ്മെന്റേഷൻ എങ്ങനെയൊക്കെ വരാന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഫുഡിൽ എങ്ങനെയൊക്കെ ചേഞ്ച് വരുത്താം, അതുപോലെ വീട്ടിൽ എന്തൊക്കെ നമുക്ക് ഹോം റെമഡീസ് ആയിട്ട് ചെയ്യാം, ഇതൊക്കെ ഉണ്ടാവും ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് വണ്ടെന്ന് പറയുന്നത് ലിപ് പിഗ്മെന്റേഷൻ എങ്ങനെയൊക്കെ വരാന്നുള്ളതാണ്. ഓൾറെഡി നമുക്കൊരു ജെനറ്റിക്കലി നമുക്ക് ലിപ്സിന് പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിട്ടും മാറ്റാനൊന്നും പറ്റില്ല. അതായത് കെമിക്കലി ഉള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാതെ ജെനറ്റിക്കലി നമുക്ക് ഓൾറെഡി പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിലും പിന്നീട് കുറെ കഴിയുന്ന സമയത്ത് അത് വീണ്ടും എന്താണ് ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ആയിട്ട് വരികയാണ്, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ മാറ്റിയിട്ട് നിങ്ങളുടെ നോർമൽ ആദ്യത്തെ ഒരു ലിപ്പിന്റെ കളറിലോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കാരണം ജെനറ്റിക്കലി ഒരു കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കളർ തന്നെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അതിൽ കൂടുതലായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ കെമിക്കലി ഉള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്റെ ലിപ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണ്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് പിഗ്മെന്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ലിപ്സ്റ്റിക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുടെ ലിപ്സ് നല്ല പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ലിപ്സ് പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം കുടിക്കുന്നില്ല, നമ്മുടെ ബോഡി ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ട് പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലവർക്കുള്ള സ്വഭാവമാണ് ലിപ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ലിപ്സ് നല്ല കാലക്രമേണ എന്താവും, നല്ല ഡാർക്ക് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ലിപ് ബാംസ് യൂസ് ചെയ്യാതെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ലിപ്സ് കറക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ലിപ് ബാം ഒന്നും അല്ലെങ്കിൽ SPF ഉള്ള ലിപ് ബാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൺ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ലേ ബോഡിയിൽ പുറത്ത് പോകുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ ലിപ്പ് നമ്മൾ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സൺ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ നന്നായിട്ട് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ചുണ്ട് കറക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ജെനറ്റിക്കലി ഉള്ള കളർ അല്ലാതെ എഗെയിൻ ഡാർക്ക് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലിപ്സിനെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നാരങ്ങ, പേരക്ക, ബെറീസ് ഉണ്ടാവില്ലേ, സ്ട്രോബെറി, മൾബറി, ഇതിലൊക്കെ ധാരാളം എന്തുണ്ട്, നെല്ലിക്ക, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സും അതുപോലെ നമ്മുടെ സ്കിന്നാണെങ്കിലും നല്ലൊരു ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് ഫുഡിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലിപ് ബാം യൂസ് ചെയ്യാതെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് ലിപ് ബാം യൂസ് ചെയ്യുക. SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ലിപ് പിഗ്മെന്റേഷൻ, അതായത് ചുണ്ടിലെ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ, അതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ നല്ലൊരു ലിപ് കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫുഡിന്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് വീട്ടിൽ ഓൾറെഡി ഇപ്പോൾ ഇതൊക്കെ കാരണം നിങ്ങളുടെ ലിപ്സ് പിഗ്മെന്റഡ് ആയിട്ടുണ്ട്, അതായത് ആദ്യമുള്ള നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങളുടെ ലിപ്സിന്റെ കളറിൽ നിന്നും ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോം റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഒന്ന് സ്ക്രബിംഗ് ആണ്. നിങ്ങളുടെ ലിപ് കെയർ റൂട്ടീനിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ക്രബിംഗ് ആണ്. നിങ്ങൾക്ക് വീക്ക്ലി 2 പ്രാവശ്യം, അതായത് ആഴ്ചയിൽ 2 വട്ടം നിങ്ങൾക്ക് സ്ക്രബ് യൂസ് ചെയ്യാം. അപ്പം ഏറ്റവും നല്ലൊരു ലിപ്പിന് നല്ല വർക്ക് ആവുന്ന ഒരു സ്ക്രബാണ് ഹണി പ്ലസ് ഷുഗർ എന്ന് പറയുന്നത്. തേനും അതുപോലെ പഞ്ചസാരയും. തേൻ എന്ന് പറയുന്നത് നല്ല രീതിക്ക് നമ്മുടെ ലിപ്സ് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പഞ്ചസാര എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ ലിപ്സ് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ, അതായത് ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ ലിപ്സിൻ്റെ ഒരു ഭയങ്കര ഒരു ഡാർക്ക് കളർ മാറിയിട്ട് ലിപ്സ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേൻ എടുക്കുക, കുറച്ച് മതി, നമ്മുടെ ലിപ്സിലോട്ട് ആവശ്യമുള്ള അത്രയും തേൻ എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് തന്നെ ലിപ്സിൽ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്ത് വളരെ ലൈറ്റായിട്ട് മസാജ് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും ലിപ്സ് ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്. നിങ്ങൾ സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി ലിപ്സ് ഭയങ്കര സോഫ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് എന്ത് ചെയ്താൽ മതി, സ്ക്രബ് ജസ്റ്റ് വെച്ചിട്ട് സർക്കുലർ മോഷനിൽ ലിപ്സിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി, മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആയിട്ട് ലിപ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിപ് സ്ക്രബ് എന്ന് പറയുന്നത്. ഇത് ആഴ്ചയിൽ 2 വട്ടം യൂസ്
ചെയ്ത് നോക്കുക കേട്ടോ. റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ മറ്റൊരു സ്ക്രബാണ് കോഫി പൗഡർ വെച്ചിട്ടുള്ള സ്ക്രബ് എന്ന് പറയുന്നത്. കുറച്ച് കോഫി എടുക്കുക. കോഫി ഇതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനും നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു പിഗ്മെന്റേഷനും ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ കുറച്ച് പഞ്ചസാര തന്നെ, അതും എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് 1-2 ഡ്രോപ്സ് ലെമൺ ജ്യൂസ്, നിങ്ങൾക്ക് ലെമൺ നിങ്ങളുടെ ലിപ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം 1-2 തുള്ളി ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാതെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ, നോർമലി കോക്കനട്ട് ഓയിൽ, ഇതിൽ ഏതെങ്കിലും വേണമെങ്കിലും മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇത് എല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ലിപ്സിൽ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലിപ് മാസ്കുകളാണ്. നമ്മൾ ഫേസിൽ ഫേസ് പാക്ക് ഇടുന്ന പോലെ ലിപ്പിന് ലിപ് മാസ്ക് യൂസ് ചെയ്യും. അപ്പം ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലിപ് മാസ്ക് ആണ് നമ്മുടെ പാലെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയൊരു തിക്നെസ്സോട് കൂടി, ഭയങ്കര തിക്കാക്കണ്ട, കുറച്ച് ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ലിപ്സിൽ നമ്മൾ എന്തൊരു പാക്ക് ഇടുമ്പോഴും നമ്മൾ കുറേ ടൈം വെക്കരുത്. ഒരു 4 to 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക, അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് റോസ് വാട്ടറും ഗ്ലിസറിനും. ഇത് രണ്ടും കൂടി നമുക്ക് കുറച്ച് റോസ് വാട്ടറും കുറച്ച് ഗ്ലിസറിനും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്സിൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു 4 to 5 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലിപ് മാസ്ക് ആണ് കുക്കുംബറും അതുപോലെ തന്നെ ആലോവേര ജെല്ലും. ഇത് രണ്ടും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ലിപ്സിൽ ഇട്ടിട്ട് ഒരു 4 to 5 മിനിറ്റ്സ് ഒക്കെ വെക്കാം. അതിൽ കൂടുതലും വെക്കാം, കാരണം ആലോവേര ജെല്ലും കുക്കുംബറും ആകുമ്പോൾ നമ്മുടെ ലിപ്സ് അങ്ങനെ ഡ്രൈ ആക്കത്തില്ല. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ഒക്കെ വെച്ച ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഈ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ലിപ് മാസ്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ എന്തൊരു കാര്യം, ലിപ് സ്ക്രബ് ആണെങ്കിലും ലിപ് മാസ്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്തു പിന്നെ അത് പാടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം ഹോം റെമഡീസ് ആണ്. അപ്പോൾ നമ്മളത് ഒരു എന്താ പറയുക, കണക്കോട് കൂടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സ്ക്രബും ലിപ് മാസ്കും നിങ്ങൾ യൂസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ലിപ്സിന്റെ നോർമൽ കളറിലോട്ട്, അത് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ലിപ് കളർ എന്താണോ അതിലോട്ട് പതുക്കെ എത്തുമല്ലോ, നമ്മുടെ പിഗ്മെന്റേഷനും ഡാർക്ക്നെസ് ഒക്കെ പോയിട്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ലിപ്സ് ഒന്ന് പിങ്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം ട്രൈ ചെയ്യായിരിക്കും നല്ലത്. അപ്പൊ അതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്, നിങ്ങൾക്ക് നൈറ്റിലൊക്കെ ലിപ്സിൽ ഇട്ടിട്ട് കിടക്കാൻ വേണ്ടി പറ്റുന്ന പാക്കാണ് ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് നമ്മുടെ ലിപ്സിന് നാച്ചുറലി ഒരു പിങ്ക് കളർ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് അരച്ചിട്ട് കുറച്ച് ജ്യൂസ് എടുക്കുക, നമ്മുടെ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്ത് 1 വീക്ക് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിന് കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ കറക്റ്റ് ആ ജ്യൂസ് കിട്ടുന്ന രീതിക്ക് അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിൽ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് നെയ്യ് മിക്സ് ചെയ്യാം. നെയ്യ് നല്ല അടിപൊളിയാണ്, നമ്മുടെ ലിപ്സ് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ലിപ്സിന്റെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ഹെൽപ്ഫുൾ ആണ് നെയ്യ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബീട്രൂട്ട് ജ്യൂസിലോട്ട് അത്യാവശ്യം നെയ്യ് ചേർത്ത് വെക്കുക. നെയ്യ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നെയ്യ് എന്താവും, കട്ടയാവും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിന്ന് ഒരു തിക്ക് ഫോമിലോട്ട് വരും. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ലിപ് ബാം ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നൈറ്റിൽ എന്ത് ചെയ്യാം, ലിപ്സ് നിങ്ങൾ മേക്കപ്പ് അതായത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ ഒരു പ്രൊഡക്റ്റും വേണ്ട, നമ്മുടെ വെളിച്ചെണ്ണ അടിപൊളിയാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ലിപ്സ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഈ ഒരു ബീട്രൂട്ട് പ്ലസ് നെയ്യ് അതിന്റെ ലിപ് മാസ്ക് നിങ്ങൾക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നൈറ്റിൽ കിടക്കാവുന്നതാണ്. ഇത് രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു പിങ്ക് കളർ നമ്മുടെ ലിപ്സിന് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഹോം റെമഡീസ് എന്ന് പറയുന്നത്, നമ്മുടെ ലിപ്പിന്റെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാർക്ക്നെസ് മാറ്റിയ ശേഷം പിന്നീട് കളർ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതല്ലാതെ കെമിക്കൽ രീതിക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ ഒക്കെ പോക്കിയിട്ട് കളർ കൂട്ടുന്ന പല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് നോർമലി നമ്മുടെ ലിപ് ബാംസ് തന്നെ യൂസ് ചെയ്യാം. ഈ ലിപ് ബാംസ് അല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ലിപ് ബാമിന് പകരം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗീ തന്നെയാണ്, നെയ്യ് തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെണ്ണയും എന്താണ് നന്നായിട്ട് നമ്മുടെ ലിപ്സ് സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലിപ്പിന്റെ ഡ്രൈ ഒക്കെ പോക്കിയിട്ട് നല്ല സപ്പിളായിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നെയ്യ്, വെണ്ണ ഇതൊക്കെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ പുറത്തൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെയ്യ് വേണ്ടയൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ലിപ് ബാം തന്നെയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലിപ് പിഗ്മെന്റേഷൻ കുറയ്ക്കാനുള്ള ലിപ് ബാമാണ് ഈ സെബാമെഡിന്റെ ലിപ് ബാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ലിപ് ബാമാണ്. അതുപോലെ തന്നെ വിഷ് കെയറിന്റെ ഈ ഒരു ലിപ് ബാമും അടിപൊളിയായിട്ടുള്ള ലിപ് ബാമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ ബൈ.